ലാലേട്ടൻ്റെ അങ്ങനെ തീപ്പൊരി എപ്പിസോഡ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. പ്രൊമോ വന്നപ്പോൾ തന്നെ എല്ലാവരും വെയിറ്റിങ്ങിലായിരുന്നു കാണാൻ. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ഇത്രയും കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ട ഒരു മൊമെൻ്റ് ആയിരുന്നു, ഒരു എപ്പിസോഡായിരുന്നു ഇത്. കാരണം ലാലേട്ടൻ ഇത് സ്വന്തം ഇമോഷണലായിട്ട് സ്വന്തം കുട്ടികളെ പറയുമ്പോൾ വരുന്ന ദേഷ്യമാണ് ലാലേട്ടൻ അവിടെ പ്രകടിപ്പിച്ചത്. അതിന് കാരണം ആദിലയും നൂറയുടെയും പെരുമാറ്റവും അവരുടെ ആ ഒരു സ്നേഹവും കെയറൊക്കെയാണ്. ഒരു ലെസ്ബിയൻ കപ്പിൾ എന്നതിലുപരി അവർ നല്ല ഫ്രണ്ട്സാണ്. ഒരു ഭാര്യയും ഭർത്താവും ഒരാണും പെണ്ണും കല്യാണം കഴിക്കുമ്പോഴുള്ള ആ ഒരു റിലേഷനേക്കാളും എത്രയോ 10 മടങ്ങ് സന്തോഷത്തിലാണ് അവർ ജീവിക്കുന്നത്. അതായത് പരസ്പരമുള്ള കെയറിങ്, പരസ്പരമുള്ള സ്നേഹം, റെസ്പെക്റ്റ്, ഒരാളെ അടിമയാക്കിയിട്ടോ അവരുടെ അഭിപ്രായം അടിച്ചേൽപ്പിക്കുന്നോ ഇല്ല. അപ്പോൾ അതൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഇത്രയും സമൂഹം പുരോഗമിച്ചിട്ടും എന്തുകൊണ്ട് ലക്ഷ്മി അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല? പക്ഷെ പുള്ളിക്കാരിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ അപ്പോൾ ആദ്യം ലാലേട്ടൻ വന്നപ്പോൾ തന്നെ കാണിക്കുന്നത് ടാസ്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, അക്ബറിനെയും ജിഷിനെയും നൂറേനെയൊക്കെ അഭിനന്ദിച്ചു. ഗെയിം സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുപോകാതെ ഒരു വളച്ചൊടിച്ച് വേറെ രീതിയിൽ രസകരമാക്കിയതിന് അക്ബറിനോട് അടിപൊളിയെന്ന് പറഞ്ഞു, ഒനിയലിനോട് അടിപൊളിയെന്ന് പറഞ്ഞു. പിന്നെ എന്താണ് ആദിലേക്ക് കോയിൻ കൊടുക്കാത്തതെന്ന് ചോദിച്ചു. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ ചോദിച്ചു. അവരിപ്പോൾ നല്ല സ്നേഹത്തിൽ തന്നെയാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ലക്ഷ്മിയുടെ വീഡിയോ കാണുന്നത്. അതായത് ആ ടാസ്കിൻ്റെ ഇടയിൽ ദേഷ്യം വന്നിട്ട് ലക്ഷ്മി അക്ബറിനോട് പറയാണ്, നിൻ്റെ വീട്ടിലൊക്കെ കയറ്റാത്തവളുമാർ പറയണ കേൾക്കേണ്ട കാര്യം എനിക്കില്ലയെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞത് വീഡിയോ കാണിച്ചപ്പോൾ തന്നെ ആദ്യം നൂറയൊക്കെ മുഖഭാവം മാറി. അപ്പോൾ അക്ബറിനോട് ലാലേട്ടൻ ചോദിച്ചിട്ട് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല, എല്ലാത്തിനും പ്രതികരിക്കുന്ന അനീഷ് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ആ സ്ട്രെസ്സിലായിരുന്നു ഇരുന്നത്, ഞങ്ങളത് പ്രതികരിച്ചില്ല, ഞങ്ങളത് കേട്ടിട്ടില്ല ശരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഇപ്പോൾ പ്രതികരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മിയോട് ചോദിക്കണം എന്താണ് പറയുക. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു, എനിക്കിത് തെറ്റാണ് പറഞ്ഞത്, പക്ഷെ ഞാൻ ഇത് നോർമലൈസ് ചെയ്യില്ല, എൻ്റെ വീട്ടിൽ ഇവരെ കയറ്റില്ല, ഇത് ഞാൻ അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് ലക്ഷ്മി ഉറച്ചു നിൽക്കുന്നത്. ലക്ഷ്മി അത് ലാലേട്ടൻ എത്ര കൊണ്ട് ലക്ഷ്മി അത് മാറ്റിയിട്ടില്ല. അപ്പോൾ ആദ്യം നൂറിയും പറയുന്നുണ്ട്, ഇവർ മസ്താനി ലക്ഷ്മി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മസ്താനിക്കും കിട്ടി ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന്. മസ്താനി പറഞ്ഞു, ഞാനിത് നോർമലൈസ് ചെയ്യണമെന്നത് എനിക്കിഷ്ടമല്ല പറഞ്ഞു. അപ്പോൾ എന്നാൽ നിങ്ങൾ ഇറങ്ങിപ്പോകൂ, നിങ്ങളിത് കണ്ടുവന്നവരാണ്, ഇവരിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്? ലാലേട്ടൻ ഭയങ്കര ചിത്തമാണ്. പിന്നെ എല്ലാവരുടെ അഭിപ്രായം പറഞ്ഞു. അനീഷ്, നെവിൻ, അബി, അക്ബർ ഇവരൊക്കെ പറഞ്ഞു, ഞങ്ങളൊക്കെ ഫ്രണ്ട്സ് തന്നെയാണ്, ഇവരെ ഒരിക്കലും മാറ്റി നിർത്തില്ല, ഞങ്ങളൊക്കെ ഇത് അംഗീകരിക്കുന്നു പറഞ്ഞു. അനുമോള് പറഞ്ഞത് അവിടെ ആദില പറയുന്നുണ്ട്, എൻ്റെ അഭിപ്രായം പറയില്ല എന്ന് അനുമോൾ എപ്പോഴും പറഞ്ഞിട്ട് അനുമോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാതെ ഭാഗ്യത്തിന് രക്ഷപ്പെട്ട ആളാണ്.